പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. ഏപ്രിൽ 4 വരെ നീളുന്ന സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരായ പ്രതിഷേധവും പാർലമെന്റ് മണ്ഡല പുനർനിർണയവും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ച ശേഷമാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ സെഷൻ ഫെബ്രുവരിയിൽ അവസാനിച്ചത്. രണ്ടാം സെഷനിൽ ബിൽ പാസാക്കിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ബില്ലുമായി ബന്ധപ്പെട്ട JPC ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം പ്രതിപക്ഷം തീർത്തിരുന്നു. പാർലമെന്റിന് പുറത്തും അകത്തും പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത. ജനസംഖ്യാടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡല പുനർനിർണയവും വലിയ ആശങ്കയോടെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കാണുന്നത്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെ ജനസംഖ്യാ നിയന്ത്രിത സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുമോ എന്ന ആശങ്കയും BJPക്ക് സ്വാധീനമുള്ള UP, ബീഹാർ ഉൾപ്പെടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരട്ടിയോളം വർദ്ധിക്കുന്നതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടും. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ യോജിച്ചുള്ള സമരത്തിനും ഇന്ത്യ സഖ്യം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്ത്യ സഖ്യം ഒരുമിച്ച് വിഷയമുയർത്താനും നീക്കമുണ്ട്. അമേരിക്കയ്ക്ക് വിധേയമായി ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ വിധേയനായ നരേന്ദ്രമോദിയുടെ US സന്ദർശനം പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷം വിമർശനം ഉയർത്തിക്കഴിഞ്ഞു. ഒന്നിലധികം ഇലക്ട്രൽ ഫോട്ടോ ID കാർഡുകൾക്ക് ഒരേ നമ്പറുകൾ ഉപയോഗിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. രണ്ടാം സെഷനിൽ രാജ്യസഭയിൽ ആഭ്യന്തരം, വിദ്യാഭ്യാസം, റെയിൽവേ, ആരോഗ്യം, കുടുംബക്ഷേമം എന്നീ 4 മന്ത്രാലയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.